كأنما اللؤلؤ المكنون في صدفي من معدني منطقهم منه ومبتسمي كأنما اللؤلؤ المكنون في صدفي ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്ത് ആയതുപോലെയുണ്ട്. മിൻ മഅദിനൈ മന്തിഖിൻ മിൻഹു വമുബ്തസമി, അവിടുത്തെ പുഞ്ചിരിയുടെയും സംസാരത്തിന്റെയും ഉറവിടത്തിൽ നിന്ന് വരുന്ന ആ വസ്തുക്കളോട് സമമായതുപോലെയുണ്ട്. എന്ന് പറഞ്ഞാൽ മുത്ത് ചിപ്പിക്കുള്ളിലായിരിക്കും അതിന് വലിയ സൗന്ദര്യമാണ്. ആ മുത്ത് കാണുമ്പോൾ ഏതുപോലെയുണ്ട്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വശ്യമായ സംസാരം പോലെയും അവിടുന്ന് പുഞ്ചിരിക്കുമ്പോൾ ഇങ്ങനെ ചുണ്ടുകൾക്കിടയിലൂടെ കാണുന്ന ആ പാലുളി വിതറുന്ന പല്ല് പോലെയുമുണ്ട്. നേരെ തിരിച്ചാണ് ശരിക്കും പറയാ പൊതുവെ, അഥവാ അവിടുത്തെ സംസാരം മുത്തുപോലെയാണ്. പക്ഷെ ആ ഭംഗിയുള്ള മുത്തിനെയും പടച്ചത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്നാണ്. അപ്പൊ പിന്നെ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോ അത്രയും മനോഹാരിത, ആ മുത്തിനേക്കാളും പവിഴത്തെക്കാളൊക്കെ 1000 മടങ്ങ് അതല്ലെങ്കിൽ അതിനപ്പുറം മനോഹാരിത മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലുകൾക്കും അവിടുത്തെ സംസാരത്തിനുണ്ടായിരുന്നു. ഇത് പറയുന്നത് തൊട്ടു മുമ്പുള്ള വരിയിൽ അവിടുത്തെ ഗാംഭീര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോ ഒരു തെറ്റിദ്ധാരണ വന്നേക്കാം, എപ്പോഴും ആ ഗാംഭീര്യത്തിൽ ഇരിക്കുകയുള്ളൂ, ഒന്ന് സൗമ്യമായി സംസാരിക്കൂല, ഒന്ന് പുഞ്ചിരിക്കൂല എന്ന തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അങ്ങനെയല്ല. അവിടുത്തോളം സൗമ്യമായി വശ്യമായി സംസാരിക്കാനും അവിടുത്തോളം മനോഹരമായി പുഞ്ചിരിക്കാനും കഴിയുന്ന മറ്റാരുമില്ല.